ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ ഗുഡ് ആപ്പ് ഇൻഷുറൻസ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ക്രെഡിറ്റ് ബി കാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ക്രെഡിറ്റ് ബി കാർഡിൻ്റെ കുറച്ച് പെശകുകളും കുറച്ച് ഡിസഡ്വാൻറ്റേജസും ചെറിയൊരു അഡ്വാൻറ്റേജസ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേണമെങ്കിൽ ഒരു ഷോർട്ട് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമ്മൾ അത്യാവശ്യം ക്രെഡിറ്റ് കാർഡും പേ ലെറ്റർ കാർഡും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് കുറേയൊക്കെ നമ്മൾ പേ ലെറ്റർ കാർഡ് നമ്മൾ വീഡിയോ പർപ്പസ് എടുക്കുന്നതാണെങ്കിലും അതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യാറുണ്ട് വെച്ചാൽ കുറേ പേരും ഇപ്പോൾ സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ പേ ലെറ്റർ കാർഡ് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ചെയ്യുന്നത് എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്ന് തോന്നിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രെഡിറ്റ് ബി കാർഡ് നമുക്ക് ഓഫേർഡായിട്ട് കുറേ കാലമായി നമ്മൾ ഓൾറെഡി സൈൻ ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. അവർ കാർഡ് വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു 1.5 ആഴ്ചയായിട്ട് നമ്മൾ കാർഡ് എടുത്ത് ഉപയോഗിക്കുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നെഗറ്റീവ്സുകൾ എനിക്ക് തോന്നിയത് ഭയങ്കര അത്യാവശ്യം നല്ല നെഗറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആമസോണിൻ്റെ സ്റ്റോറിൻ്റെ ലിങ്ക് നമ്മൾ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ആമസോൺ പർച്ചേസിങ് കുറച്ചും കൂടി എളുപ്പമാക്കാനുള്ള ഒരു സംഭവമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൻ്റെ പേജ് നമ്മുടെ ആമസോൺ തുടങ്ങിയതാണ്. അപ്പോൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ടാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റീസെൻ്റ്ലി 2 ഗീവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഞാൻ മുകളിൽ കൊടുക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാൻ നല്ല കിടിലൻ ഐറ്റംസ് ആണ്. നമ്മുടെ റിയൽമി ബഡ്സ് എയർ 3 പ്രോൻ്റെയും ലേറ്റസ്റ്റ് പ്രോ അല്ല റിയൽമി 3ൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ബുള്ളറ്റ് വയർലെസ് Z2 OnePlusൻ്റെ ഒരു നെക്ക് ബാൻഡും ഒരു TWS ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആക്ച്വലി എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കാർഡിൻ്റെ ആക്ടിവേഷനും കാര്യങ്ങളൊക്കെ നല്ല ഈ സ്മൂത്ത് തന്നെയായിരുന്നു, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഓൾറെഡി കാർഡ് ഓഫറായിട്ട് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഈ സംഭവം ക്രെഡിറ്റ് ബിയുടെ നമ്മൾ വീഡിയോ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്ത് നോക്കിയത്. അപ്പോൾ നമ്മളതിൽ ആക്ടിവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അതിൽ നമുക്ക് പേഴ്സണൽ ലോണും കാര്യങ്ങളൊക്കെ ലോണൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ക്രെഡിറ്റ് ബി കാർഡിൻ്റെ ലോണല്ല ക്രെഡിറ്റ് ബി കാർഡിൻ്റെ ഓഫർ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആക്ച്വലി ക്രെഡിറ്റ് ബി കാർഡ് ഓഫർ ചെയ്യുന്നത് RBL ബാങ്കാണ്. പക്ഷേ എൻ്റെ കസ്റ്റമർ കെയറും കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് ബി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, RBL ബാങ്ക് അല്ല. അപ്പോൾ ഞാൻ ആക്ച്വലി റീസെൻ്റ്ലി ഒരാഴ്ച മുമ്പ് നമ്മളിത് ആക്ടിവേറ്റ് ചെയ്തു. അതിൻ്റെ ആക്ടിവേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ KYC ചെയ്യാൻ വേണ്ടു. അതുപോലെ തന്നെ അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്യണം, നമ്മുടെ ഒരു സെൽഫി എടുത്ത് കൊടുക്കണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഡീറ്റെയിൽസ് നമുക്ക് വേറെ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ ആക്ച്വലി ഇൻസ്റ്റൻ്റായിട്ട് എനിക്ക് വെർച്വൽ കാർഡ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫസ്റ്റ് ഒരു കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഫിസിക്കൽ കാർഡ് ഭയങ്കര ലിമിറ്റഡ് ആണ്. ഞാൻ ആക്ച്വലി ഇവർക്ക് ഈ ഫിസിക്കൽ കാർഡിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് കുറേ വട്ടം മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും മെയിലിൻ്റെ സ്ഥാനം ഇവിടെ കൊടുക്കാം. ഇതുവരെയായിട്ട് റിപ്ലൈ വന്നിട്ടില്ല കേട്ടോ. പക്ഷേ റീസെൻ്റ്ലി ഞാൻ അവരുടെ ട്വിറ്ററിലും കാര്യങ്ങളൊക്കെ കയറി കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ഇന്നലെ നമുക്കൊരു കോൾ വന്നു. നമ്മൾ ആക്ച്വലി കോൾ അതിനല്ല വന്നത്, അതിന് കോമഡി അതാണ്. നമ്മൾ കോൾ അതിനല്ല വന്നത്. ആക്ച്വലി ഞാൻ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്പിൻ്റെ റേറ്റിംഗ് 1 സ്റ്റാർ കൊടുത്തു കസ്റ്റമർ കെയറിന്. എന്ന് വെച്ചാൽ നമുക്ക് കാർഡിൻ്റെ ഇത് മാത്രം കിട്ടിയാൽ പോലും നമുക്ക് കസ്റ്റമർ കെയർ വരണ്ടേ. എന്നുവെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, റീഫണ്ട് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കസ്റ്റമർ കെയറിനെ. അത് എത്രയും പെട്ടെന്ന് കസ്റ്റമർ കെയർ എത്രയും ഫ്രണ്ട്ലി എത്ര ഫാസ്റ്റ് ആവുന്ന അത്രയും കസ്റ്റമറിന് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എവിടെ കിടക്കുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഫുള്ളി വെർച്വലും ഓൺലൈനും കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഒരു 5-6 മെയിൽ അയച്ചിട്ടുണ്ടായിരിക്കും, ഒരു റിപ്ലൈ ഇല്ല. കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു റിപ്ലൈ ഇല്ല. ട്വിറ്ററിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഒരു റിപ്ലൈ ഇല്ല. ലാസ്റ്റ് ഞാൻ എന്താ പറയുക, ആകെ ഇതായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ വരെ ആപ്പിൽ കയറി 1 സ്റ്റാർ കൊടുത്തിട്ട് റീസൺ കൊടുത്തു. അടുത്ത ദിവസം നമുക്ക് കോൾ വന്നു. ഇന്നലെയാണ് കോൾ വന്നത്. ഇവിടുന്ന് വിളിച്ചേക്കാണ് ഇത് ക്രെഡിറ്റ് ബിന്നാണ് വിളിക്കുന്നത്. നമ്മൾ ആക്ച്വലി കോൾ റെക്കോർഡ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൾ റെക്കോർഡ് ചെയ്തത്. അതുവരെ കോൾ റെക്കോർഡ് ആയിരുന്നില്ല. എന്ന് വെച്ചാൽ OnePlusൽ നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇപ്പോൾ വരുന്നില്ല, ഗൂഗിൾ റെക്കോർഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്തത്. അതിൽ നമുക്ക് ആ റീസൺ പറയണവർ ഞാൻ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ വിളിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്ലേ സ്റ്റോറിൽ സാറ് ഒരു ബാഡ് റിവ്യൂ കൊടുത്തിട്ടുണ്ടോ, അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഞാൻ ഇത്ര അധികം മെയിൽ അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും ട്വിറ്ററിലിട്ടിട്ടും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ പ്ലേ സ്റ്റോറിൽ വെച്ചപ്പോഴാണ് നിങ്ങൾ അറിയുന്നത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ വിളിച്ചത് ഒരു ലേഡി ആയിരുന്നു. ആൾക്ക് എനിക്ക് തോന്നുന്ന ഒരു 20% പോലും വിവരമില്ല എന്ന് തോന്നുന്നുണ്ട് ഇതിനെക്കുറിച്ച്. നമ്മൾ EMI ഫീച്ചറിന് ഇത് ശരിക്കും ആക്ച്വലി കാർഡിൻ്റെ EMI ഫീച്ചർ ഇല്ല കേട്ടോ, അത് വേറൊരു കോണാണ്. നമ്മൾ ചോദിച്ചിട്ടാണ് EMI ഫീച്ചർ ഉണ്ടോ കാർഡിന് വെച്ചപ്പോൾ അവർ പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഈ ലേഡിക്ക് എന്താ സംഭവം തന്നെ അറിയില്ല എന്നുണ്ട്. എന്ന് വെച്ചാൽ ആകെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയാണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ആക്ച്വലി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് യൂസറാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് EMI കൺവേർഷൻ ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പറഞ്ഞാൽ അതില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് ശരിയാണെന്ന് എഴുതാൻ അറിയുള്ളൂ. എന്ന് വെച്ചാൽ വിളിച്ചാൽ എവിടെ നിന്നാണ് വിളിക്കുന്നത് എനിക്കറിയില്ല, ഒരു പിടിയില്ല. എന്ത് കണ്ടിട്ട് എടുത്ത് വെച്ചിങ്ങനെ കസ്റ്റമർ കെയർ മനസ്സിലാവില്ല.
വെച്ചാൽ ഒരു ലാസ്റ്റ് ആയപ്പോഴാണ് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് പോലെ ആൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ആക്ച്വലി ഇതൊരു 30 ദിവസത്തിൻ്റെ 35 ഡേയ്സിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ പ്രിഡബിൾ മാത്രമുള്ള ഒരു കാർഡാണ്, ഇത് മാത്രമേ ഇതിൽ ഓഫറുള്ളതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓഫേഴ്സ് കുറച്ച് അത്യാവശ്യം നല്ല ഓഫേഴ്സുകളുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മളെ കാർഡ് കിട്ടിയ വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് മൈ ഷോയിൽ ഓഫേഴ്സ് ഉണ്ട്, അതുപോലെ കുറേ സ്ഥലത്ത് ഓഫേഴ്സ് ഉണ്ട്. ഇതിന് ഇപ്പോൾ ഓഫേഴ്സ് വന്നുകൊണ്ടേയിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് പേ ലേറ്റർ കാർഡിനെ കുറിച്ച് അറിയായിരിക്കും. ഇപ്പോൾ ഇഷ്ടം പോലെ ആപ്പുകളിലും സംഭവങ്ങളിലൊക്കെ ഇതിന് പേ ലേറ്റർ കാർഡുകൾക്ക് ഓഫറുണ്ട്. ശരിക്കും ക്രെഡിറ്റ് കാർഡിനായിട്ടും ഓഫർ പേ ലേറ്റർ കാർഡിന്. അപ്പോൾ അത് കാരണം കുറേ പേര് എടുക്കുന്നുമുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഒരു കസ്റ്റമർ കെയർ നല്ല പോറാണ്, വിളിച്ചാലും കിട്ടില്ല, ഒന്നും കിട്ടില്ല, ഒന്നും റിപ്ലൈ തരില്ല, ഒരു രക്ഷയില്ലാണ്ട് അങ്ങനത്തെ ഒരു അവർക്ക് തോന്നിയാൽ വിളിക്കുന്ന ടൈപ്പാന്ന് തോന്നുന്നത് എനിക്ക്. എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ വേറെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മൾ കോൺ പറഞ്ഞതുകൊണ്ടാണ് കസ്റ്റമർ കെയർ തല്ലിപ്പൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു റിപ്ലൈ തരില്ല, അവർ കോൺടാക്റ്റും ചെയ്യില്ല, എന്ത് ചെയ്തിട്ട് അവർ റിപ്ലൈ തരുന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ EMI ഫീച്ചർ ഇല്ല, ഫിസിക്കൽ കാർഡില്ല. ഇതൊക്കെ ഇതിൻ്റെ മെയിൻ കോണുകളാണ്. ഫിസിക്കൽ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു രക്ഷയില്ല. അതായത് നമ്മളിപ്പോൾ ഒരു കാർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 70% മോസ്റ്റ്ലി എല്ലാവരും ഓഫ്ലൈൻ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരാണ് 30% ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഫിസിക്കൽ കാർഡ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വൺ നെഗറ്റീവാണ്. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോൾ തന്നെ ഈ ലേഡിക്ക് ആക്ച്വലി സംഭവം അറിയില്ല, അത് നമ്മൾ വേറെ കാര്യം. ഞാൻ ആക്ച്വലി കുറച്ച് കഴിഞ്ഞിട്ടാണ് റെക്കോർഡിങ് കൊടുത്തത്. ഞാൻ ലാസ്റ്റ് ആയിട്ട് എന്തായാലും നമ്മുടെ വീഡിയോ റെക്കോർഡിങ് ഇതിലേക്ക് കൊടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ നമ്മൾ മെയിൽ അയച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ നോക്കാം. വൺ കോമഡിയാണ്. ഞാൻ ആക്ച്വലി ഇത് എടുത്തിട്ട് അപ്പോൾ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാനും പറ്റൂല വിചാരിച്ചതാക്കിയ. പക്ഷേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആക്ച്വലി നമ്മളൊരു മൂവി കാണാൻ പോയപ്പോൾ എനിക്ക് നമ്മൾ ഐനോക്സിൽ മൂവി കാണാൻ പോയപ്പോൾ ആക്ച്വലി അതിൻ്റെ ടിക്കറ്റ് റേറ്റ് അവിടെ വരുന്നത് 190 ആണ്. അപ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് ബി കാർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 109 രൂപയ്ക്കാണ് കിട്ടി. അതൊക്കെ നല്ല ഓഫേഴ്സ് ഉള്ളതാണ്. അത് ശരിക്കും ആക്ച്വലി ഒരു അഡ്വാൻറ്റേജുമാണ്. നല്ല ഓഫേഴ്സ് ഉണ്ട്, അതൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, മെയിൻ അഡ്വാൻറ്റേജാണ്. ശരിക്കും അത് മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അതിൻ്റെ ആപ്പും എനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്ന് വെച്ചാൽ ലോണിൻ്റെ എല്ലാത്തിൻ്റെയും ആപ്പിൻ്റെ കൂടെയാണ് ഇവരെ കാർഡ് ആപ്പും വരുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിക്സഡ് റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. ശരിക്കും ഒരു ആവറേജിൻ്റെ താഴെ പറയുന്നതിൻ്റെ റിവ്യൂ ഞാൻ പറയുള്ളൂ. പക്ഷേ ഓഫേഴ്സ് ഉണ്ട്, അത് നല്ലൊരു കാര്യം മാത്രം. ബാക്കിയെല്ലാം നെഗറ്റീവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് ബി കാർഡ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് എടുത്താൽ മതിയിട്ടാണ്. ശരിക്കും നെഗറ്റീവ് ഉണ്ട്. ഫിസിക്കൽ കാർഡ് കിട്ടുമെന്ന് സംശയമാണ്, അത് വേറെ കാര്യം. അവർക്ക് തന്നെ ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്ത് സംഭവമാണ്. അപ്പോൾ അതൊരു വേറൊരു നെഗറ്റീവാണ്. RBL ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ അല്ല അവർ വിളിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഞാൻ RBL കാർഡിൻ്റെ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമറാണ് 3 കൊല്ലമായിട്ട്. അപ്പോൾ അവരെല്ലാം ശരിക്കും അത് എനിക്ക് വിളിക്കാൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവരല്ല ശരിക്കും ആക്ച്വലി. പിന്നെ നമ്മുടെ ട്രൂ കോളറിലും കാണിച്ചത് ക്രെഡിറ്റ് ബി ആണ്. അപ്പോൾ RBL ബാങ്ക് അല്ല വിളിക്കുന്നത്. RBL ബാങ്ക് ജസ്റ്റ് ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമായിരിക്കും ഈ പേ ലേറ്റർ കാർഡ് ചെയ്യുന്നത്. അവർ സർവീസ് ഫുള്ള് ഇവർ തന്നെ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നോക്കിയിട്ടൊന്നും എടുത്താൽ മതി ക്രെഡിറ്റ് ബി കാർഡ്. EMI ഫീച്ചർ ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു 99% ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് പേ ലേറ്റർ കാർഡ് മാത്രമായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എടുത്ത് നോക്കാം. ഓഫേഴ്സ് ഉണ്ട്. അതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1+ തന്നെയാണ്. ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സംഭവത്തിൽ ഡിസ്കൗണ്ട്, അതുപോലെ സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ ഡിസ്കൗണ്ട് കിട്ടുന്നത് നല്ലതാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ മൂവി കാണാൻ പോകുമ്പോൾ ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടൊന്നും എടുത്താൽ മതി. നമ്മൾ ഓവറോൾ റിവ്യൂ നമ്മൾ പറയുകയാണെങ്കിൽ എന്തായാലും ഇതിനൊരു ആവറേജിൻ്റെ താഴെ നമ്മൾ എന്തായാലും ഒരു റേറ്റിംഗ് പോലെ കൊടുക്കുന്നുള്ളൂ. മെയിൻലി ബിക്കോസ് ഓഫ് ദ കസ്റ്റമർ കെയർ. ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയറാണ്. വിളിച്ചതും അതിനായിട്ടും വലിയ ആൾക്കാരാണ്. അപ്പോൾ ഒന്നും ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എടുത്താൽ മതിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനും നേരത്തെ വീഡിയോ കാണാം. ബൈ. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് വീഡിയോ പങ്കെടുക്കാനും നമ്മുടെ Instagram Facebook ഫോളോ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമ്മൾ രണ്ടാമത്തെ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് ബൈ. Hello. Yeah. Yeah, as I can see, you're like you would be not eligible for the physical card. They are saying. Just wait for some time. So I'll just forward this issue to the concerned team. Okay. I'll check with this and I'll call you back and reach out to you. So it's up the issue with that and we'll reach out. Another thing, actually, is there any EMI plan available in this card? No, you have the other loan, right? You have a cash loan. That's only. That's the same loan you have. Okay. So you can use that only. Just a moment, okay? Like cash loan you have taken, sorry, card loan you have taken, right? I have taken card only. Yeah. That you have withdrawn your card, right? Withdraw you have done. I'm actually asking, right? Like the credit card, is this card actually having a EMI plan?
I'm actually Pardon? using No RBL EMI plan, credit sir. card. Actually, I'm using RBL credit card. No. Like that credit card, No. is there any EMI plan available in this card? Credit card? No. As of now, Oh, there no, is no okay. EMI plans. Once if the bill is generated, the bill generated date is on 1st of this next month. Okay, like May 1st will be generated. So due date will be 11th of your this thing. Yeah, Okay. got that. Okay. So before that, at any point of time, once the bill is generated, whenever if you want to make a payment before 11th, you can close the payment. Okay, there is no Okay. issue with that. Sure. And I'll check with that and I'll get back to you.